ഹലോ, കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്? കുറച്ചല്ല, കുറച്ചധികം ദിവസമായി. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളാലും പിന്നെ കുറച്ച് മടി കൊണ്ടും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ദാ നാളെ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ അരി ഉഴുന്നും അരച്ചെടുക്കുക കേട്ടോ. ഉഴുന്നിട്ട വെള്ളത്തിലാട്ടോ ഞാൻ അരി അരച്ചെടുക്കുന്നേ. രാത്രി കുറച്ച് വൈകി അരയ്ക്കുന്നതുകൊണ്ട് നാളെ മാവ് പുളിക്കോ ഇല്ലയോ എന്ന് കണ്ടറിയണം. പൊതുവേ ചൂട് കാലാവസ്ഥയാണെങ്കിലും ചില ദിവസങ്ങളിൽ ഞാൻ അരി അരച്ച് വെക്കുമ്പോൾ മാവ് പുളിക്കാറില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ദാ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിയിലേക്ക് ഉഴുന്നും കൂടി അരച്ച് ചേർത്ത് ഒരു തവി കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്താകും ഇതിൻ്റെ അവസ്ഥ എന്ന് നാളെ കണ്ടറിയാം. ഗർഭിണി ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു ടാസ്ക്കാണ്. പണ്ടൊക്കെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കുന്നത് 8 മണി 9 മണി സമയത്തൊക്കെയാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പണികളെല്ലാം വേഗം തീർത്ത് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. പക്ഷേ ഇത് ഒരിക്കലും നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടിപ്പോൾ തലേദിവസം രാത്രി തന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കിടക്കാറ്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കുറച്ച് താമസിച്ച് എഴുന്നേറ്റാലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള മോരുകറിയാട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് പൊതുവേ നല്ല കുറുകിയ മോരുകറിയാണ് ഇഷ്ടം. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയിട്ട് വറ്റൽമുളകും കൂടെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങയും ജീരകവും കൂടി അരച്ച് ചട്ടിയിലേക്കിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു തുള്ളി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തൈര് നല്ലപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ അരപ്പിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നമ്മുടെ കുറുകിയ മോരുകറി റെഡി. ഹൈവാ, എന്താ രുചി! ഇനി നമുക്കത് മൂടി വെക്കാം. ഇനി കുറച്ച് മെനക്കെട്ട പണിയാണ്. കുറച്ച് മെനക്കെട്ടാലും ഇനിയുള്ള 2-3 ദിവസം നമുക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ കുറച്ച് നല്ല കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുവാണ്. ഇത് നമുക്ക് അടുത്ത ദിവസം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കോവയ്ക്കെല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി അടച്ചെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. അധികം പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ. ക്യാരറ്റ്, വെണ്ടയ്ക്ക, പയറ്, അതുപോലെ നമ്മുടെ മത്തങ്ങ, കോവയ്ക്ക, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും. ഇതെല്ലാം കൂടി അരിഞ്ഞ് ഞാനൊരു ബോക്സിനകത്താക്കി മാറ്റി വെക്കുന്നുണ്ടേ. അപ്പോൾ ദാ അതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ക്യാരറ്റ് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ കത്തികൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആകുമായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നല്ലേ. 2 വലിയ ക്യാരറ്റ് അരിഞ്ഞിട്ട് ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് ഞാൻ തിന്നു. അങ്ങനെ ഇതാ നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ബോക്സിനകത്താക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.